എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കിട്ടുന്ന ഒരു മിൽക്ക് ബ്രെഡ് നിങ്ങൾക്കറിയാമോ? ആ ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് മധുരം പിന്നെ ഒരു ഈസ്റ്റിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡിന് നല്ലൊരു കേക്കിൻ്റെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് നമ്മളെല്ലാവരും പണ്ട് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ ടേസ്റ്റുള്ളൊരു ബ്രെഡാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ബ്രെഡ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ബ്രെഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഈ മൈദയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിൽക്ക് ബ്രെഡിൽ നല്ല മധുരം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണയ്ക്ക് പകരം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മുട്ടയാണ്. അപ്പോൾ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. മുട്ട കഴിക്കാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല. ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 100 ml പാലാണ്. 100 ml എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് പാൽ ഉണ്ടാകും. അതും ചെറിയ ചൂടുള്ള പാലാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഒരു 150 മുതൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബ്രെഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രെഡ് നമ്മൾ എത്രത്തോളം ഇത് നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റിലും നല്ല മയത്തിലും കിട്ടും. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടതിന് ശേഷം 15 മിനിറ്റ് കൈവച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് മിക്സറോ അതുപോലെ മാവ് കുഴയ്ക്കുന്ന എന്തെങ്കിലും ഫുഡ് പ്രോസസ്സറോ ഉണ്ടെങ്കിൽ അതിലിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൈവച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുക്കുന്നത്. 15 മിനിറ്റ് തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ കുഴച്ചിട്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മാവിനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഈ കുഴച്ച പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു മാവ് ഇരട്ടിയാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ചും ഈ സമയം മാറാം. അപ്പം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇത് ഇരട്ടിയായിട്ട് വരും. അപ്പോൾ എനിക്കിവിടെ ഒരു 2 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ചെറിയ ചൂടുള്ള ഭാഗത്തേക്കൊന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നനച്ചിട്ട് തുണിയിട്ടും ഇത് മൂടി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മളിതിൻ്റെ എയർ ബബിൾസ് ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇനി നമ്മളിത് കുഴയ്ക്കുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു മയത്തിലൊന്ന് കുഴച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാവ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത്
കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് നിങ്ങൾക്ക് ഓവൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടിലും ഒരേ സമയം മതിയാകും. പ്രഷർ കുക്കർ ആണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അല്ല ഓവനാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ ടിന്നിലേക്ക് ഒന്ന് ബട്ടർ തടവിയതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഷേപ്പിലാക്കിയ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ബട്ടർ ഒന്ന് തടവിയതിന് ശേഷം നമ്മളിത് വീണ്ടും 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കും. അപ്പോഴാണ് ഈ ബ്രെഡ് നന്നായിട്ട് പൊന്തിയിട്ട് ഒരു വീണ്ടും പൊന്തി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും മാറ്റി വെച്ച് ബ്രെഡ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുക്കറും എടുക്കാവുന്നതാണ്, അതുപോലെ തന്നെ ഓവനും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 200 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ OTG ഓവനാണെങ്കിൽ താഴത്തെയും മുകളിലത്തെയും കോയിൽ ഹീറ്റ് ആക്കണം. ഇനി കൺവെക്ഷൻ ഓവനാണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം സെയിം ടൈമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്ത് ഇതെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഓവനിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ നമ്മൾ കുറച്ച് ബട്ടർ ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഇത് ടിന്നിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് ടിന്നിൽ കൂടുതൽ ഇരുന്നാൽ ഇതൊന്നുകൂടി ആവി അതിൽ വന്നിട്ട് നനവ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്, ബട്ടറിൻ്റെയും അതുപോലെ തന്നെ വാനില എസൻസിൻ്റെയൊക്കെ നല്ലൊരു മണമാണ്. ഇതിപ്പോൾ ഇനി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു ബ്രെഡാണ്, വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റ് ബ്രെഡിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അകത്ത് വളരെ നല്ല സോഫ്റ്റായിട്ടും ഉള്ളൊരു ബ്രെഡാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള നല്ലൊരു ബ്രെഡാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്